ഹലോ, കേട്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേരളത്തിലുള്ള എല്ലാ മലയാള പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ ഇഞ്ചിവിളയിൽ ഒരു തട്ടുകടയുണ്ട്. ആ കടയിലുണ്ടല്ലോ, ഇങ്ങനത്തെ ഭക്ഷണം കിട്ടുമെന്നറിയോ? നിങ്ങൾ ഒറ്റ കഴിച്ചാൽ 10 പ്രാവശ്യം വരും ആ ഭക്ഷണം കഴിക്കാൻ. ആ തട്ടുകടയിൽ എന്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടെന്നറിയാം. ബീഫ് ഫ്രൈ, പൊറോട്ട, ചിക്കൻ കറി, പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ, പിന്നെ അതുപോയിട്ട് ചിക്കൻ തോരൻ, അത് കഴിഞ്ഞിട്ട് ചിക്കൻ മുളകിട്ടത്, കാന്താരി ചിക്കൻ പൊറോട്ട ഫേമസ് ആണ്. അത് നിങ്ങൾ വന്ന് ഒരു പ്രാവശ്യം കഴിക്കും. അത് ഇഞ്ചി വളയിലുള്ള അത് ഈ ഭക്ഷണം എല്ലാം ഉണ്ടാക്കുന്നത് ഹലോ ഹലോ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് മനസ്സണ്ണൻ. ഈ കട എവിടെ ഉള്ളതെന്നറിയോ? പാറശാലൻ്റെയും കളിക്കടൻ്റെ ഇടയിലും തന്നെ ഉള്ളത്. ഇതിൻ്റെ കടയുടെ പേരാണ് കം ടു ടേബിൾ. ഈ കടയുടെ പേര് കോവൻ അണ്ണൻ്റെ കടയാണ്, കോവൻ ചേട്ടൻ കേട്ടോ. ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം 6 മുതൽ രാത്രി 1 മണി വരെ ഫുള്ള് ഭക്ഷണം കിട്ടും. ഇത് കഴിച്ചിട്ട് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കണ്ട. നല്ല ഡീസൻ്റായിട്ട് കഴിച്ചിട്ട് പോ. പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മളെല്ലാവരും ഇതാക്കി കളയും. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ സ്പെഷ്യലുണ്ടെന്നറിയാം. വേറെയുണ്ട് സാധനങ്ങൾ. ഇതൊക്കെ ഉണ്ടാക്കുന്നത് മനസ്സണ്ണനാണ്, പരിശക്കൽ മനസ്സണ്ണൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സാധനങ്ങൾ ചിക്കൻ കൊത്തു പൊറോട്ട, ബീഫ് കൊത്തു പൊറോട്ട. പറഞ്ഞാൽ മനസ്സിലായി? ബീഫ് കൊത്തു പൊറോട്ട, ചിക്കൻ കൊത്തു പൊറോട്ട, മസാല ദോശ, നെയ്യ് റോസ്റ്റ്, സാദാ ദോശ, ലൈൻ ദോശ, തട്ടു ദോശ, പൂരി, ചപ്പാത്തി, ഇതെല്ലാം ഉണ്ടാക്കുന്ന മലടി ബാബു. ഈ മലടി ബാബു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കേട്ടോ. പറഞ്ഞ മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ട് ടേസ്റ്റ് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് ചെയ്താൽ നല്ലത്. നിങ്ങൾ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ പൈസ ഒന്നും തരണ്ട, പേറ്റിയുമുണ്ട് കേട്ടാ. मंजू इकडे मंजू तुला एक दिवस इकडे नाश्ता करायला फोन केला ना मी. कसा वाटला तुला नाश्ता? सूपर नाश्ता आहे ना. എൻ്റെ വൈഫാണ് മഞ്ജു ഭാര്യ. ഇത് മഹാരാഷ്ട്ര, ബോംബെ. എൻ്റെ ഒരു കഷ്ടകാലം ഒരു ദിവസം അവിടെ കാപ്പി കുടിക്കാൻ കൊണ്ടുപോയതിൽ കൊടുത്തതിന് ശേഷം അവൾ പറയാണ്, ഇനി എനിക്ക് അവിടെ നിന്ന് തന്നെ കാപ്പി മതി, ഇവിടെ നിന്ന് വേണ്ട. ഇപ്പം പറയുന്നത് എനിക്ക് വീട്ടിലിപ്പോൾ എനിക്ക് കാപ്പിയില്ല രാത്രി. അവൾ പറയുന്നത് എനിക്ക് തട്ടുകടയിൽ നിന്ന് കാപ്പി കൊണ്ടുപോകാം, അത് തന്നെ എനിക്ക് മതിയെന്നാണ് അവൾ പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, ഞാൻ പട്ടിണിയായോ? പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഹലോ, ഇത് ഞാൻ പറയുന്നത് പിന്നെ എന്ത് പറയണേ, ഇവിടെ അടുത്ത സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സാധനം പിന്നെ ചിക്കൻ കൊത്തു പൊറോട്ട, ബീഫ് കൊത്തു പൊറോട്ട, വെജിറ്റബിൾ കൊത്തു പൊറോട്ട, ചപ്പാത്തി, പൂരി, ഇതെല്ലാം ബാബു ചേട്ടനാണ് നടക്കുന്നത്. ഈ ബാബു ചേട്ടൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ബാബു ചേട്ടൻ, മലയാളി ബാബു ചേട്ടൻ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് കാപ്പി കുടിക്കും. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഓഫേഴ്സ്.